ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ വീട്ടമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കിച്ചൺ ടിപ്സാണ് കേട്ടോ. കിച്ചൺ ടിപ്സ് മാത്രമല്ല, ക്ലീനിങ് ടിപ്സ് കൂടെ ഇതിനും പറയാം. അപ്പോൾ വിനാഗിരി വെച്ചിട്ടുള്ള ഒരു 10 ടിപ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് എന്തായാലും നമ്മുടെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാ അടുക്കളയിലും ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു വിനീഗർ എന്ന് പറയുന്നത്. ചില ഭാഗത്തൊക്കെ സുർക്ക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ടുള്ളൊരു 10 ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വിനീഗർ നമ്മൾ അച്ചാറിടാൻ മാത്രമല്ല എന്നിപ്പോൾ എല്ലാ ആൾക്കാർക്കും അറിയാം. കാരണം നമ്മൾ ഇത് വെച്ചിട്ട് ഒരുപാട് കിച്ചൺ ക്ലീനിങ്ങിനായാലും ഒക്കെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു വിനീഗർ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് ആദ്യം കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഗ്യാസ് സ്റ്റൗ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ബർണർ എപ്പോഴും ഇങ്ങനെ അതിൽ കറ പിടിച്ചിട്ടുണ്ടാവും. കണ്ടില്ലേ, എൻ്റെ എത്ര പെട്ടെന്നാണ് കറ പിടിച്ചത്. പുതിയ ഗ്യാസ് അടുപ്പിൻ്റെ ബർണറാണത്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ അതിൽ ഒരുതരം കറ വീണു കേട്ടോ, കറുപ്പ് കളറിൽ. അപ്പോൾ എത്ര നമ്മൾ വൃത്തിയാക്കിയാലും അത് വൃത്തികേടായിട്ട് തന്നെ തോന്നും. അപ്പം ഞാനിത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു ചെറിയ ഒരു പാത്രത്തിൽ കുറച്ച് വിനീഗർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു ബർണർ അതിൽ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞോട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മൺചട്ടി ഉണ്ടാവുമല്ലോ, നമ്മൾ മീനൊക്കെ കഴുകലും അതുപോലെ മീൻ കറിയൊക്കെ വെച്ചിട്ടുള്ള ഒരു മൺചട്ടിയാണിത്. അപ്പോൾ അതിൻ്റെ തേച്ച് കഴുകി വൃത്തിയാക്കി നമ്മളെന്തായാലും വെക്കും. അപ്പോൾ എന്തായാലും ഇത് കഴുകി കമഴ്ത്തിയിട്ടാണല്ലോ വെക്കുക. അപ്പോൾ എത്ര തന്നെ അത് സോപ്പിട്ട് കഴുകിയാലും അതിൻ്റെ ആ ഒരു മണം പോകുകയില്ല. അതുപോലെ തന്നെയാണ് അത് മീൻ മുറിക്കാനും വൃത്തിയാക്കാനും ഉപയോഗിക്കുന്ന കത്രികയാണെങ്കിലും കത്തിയൊക്കെ ആണെങ്കിലും നമ്മൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഈ വിനീഗർ ഒഴിച്ചിട്ടൊന്ന് കഴുകുകയാണെങ്കിൽ നമ്മുടെ മൺചട്ടിയും അതുപോലെ നമ്മുടെ കത്രികയൊക്കെ നല്ലോണം വൃത്തിയായിട്ട് അതിൻ്റെ ആ സ്മെല്ലൊക്കെ പോയി കിട്ടും. അതുപോലെ കയ്യും അതുപോലെ തന്നെ വൃത്തിയാക്കാം കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കുക്കറിൽ പാകം ചെയ്യണവരായിരിക്കുമല്ലോ മുക്കാലും. അപ്പോൾ മിക്കവാറും അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആ ഒരു വിസിലിൻ്റെ ഇത് ആവിയൊക്കെ വന്നിട്ട് ആ മുകളിൽ ഇങ്ങനെ ഒരു കറ പോലെ ഉണ്ടാകും. അപ്പോൾ അതിങ്ങനെ പെട്ടെന്നൊന്നും വരച്ച് കഴുകിയിട്ട് ഉണ്ടെങ്കിൽ പോവില്ല വിസിലൊക്കെ വരുമ്പോൾ. അപ്പോൾ ഈ വിസിലിങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ കറി ലേറ്റായിട്ടുള്ള കറിയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ വരില്ല. അതുപോലെ ഈ ചിക്കനും മട്ടനൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതുപോലെ മഞ്ഞ കളറിൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കാനും നമ്മുടെ ഈ വിനീഗർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മെയിനായിട്ട് പറയുന്നെങ്കിൽ കറകൾ എളുപ്പം പോകാനുള്ളൊരു മരുന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ടിപ്പാണ് ഈ ഒരു നമ്മുടെ ഈ വിനീഗർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്ന ഗ്ലാസ്സുകളുണ്ടല്ലോ, അതിൽ ഇങ്ങനെ പേരെഴുതിയിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ ആ ഒരു അവരെ പ്രിൻ്റൊക്കെ ഉണ്ടാവുമല്ലോ, ആ കടയുടെ പ്രിൻ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊരു ചായ കുടിക്കാനൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഈ ഗ്ലാസ്സിൽ അങ്ങനെ ഇല്ല, ഞങ്ങളത് വാങ്ങിച്ച ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഗിഫ്റ്റ് കിട്ടുന്നതിൽ കൂടുതലും സ്വർണ്ണക്കടയിലൊക്കെ പോയാലും കൂടെ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഉണ്ടാവും അതിൽ. അപ്പോൾ അത് പോകാനായിട്ട് നമുക്ക് ഈ ഒരു വിനീഗർ അതിലൊഴിച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് കുറച്ച് നേരം അത് മുക്കി വയ്ക്കുക. അതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രിൻ്റ് പോയി കിട്ടും. ഇനിതാ നമ്മൾ കിച്ചണിൽ മെയിനായിട്ടുള്ളൊരു അഴുക്കാകണ ഒരു പെട്ടെന്ന് തന്നെ കറ പിടിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ പൈപ്പല്ലേ. ഈ പൈപ്പിൽ എത്ര നമ്മൾ കൈകൊണ്ട് നമ്മുടെ ചകിരി ഇട്ടിട്ട് സോപ്പിട്ടിട്ട് കഴുകിയാലും അത് പോകില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഈ വിനീഗർ ഇട്ടിട്ട് ഈ ഭാഗം നല്ലോണം ഒന്ന് കഴുകി കൊടുക്കുക. വൃത്തിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പ് ഇതാ ഇതുപോലെ നല്ല ക്ലീനായിട്ട് നല്ല ഭംഗിയിലും തിളക്കത്തോടു കൂടി നമ്മൾക്ക് കിട്ടും.
അപ്പം നമ്മൾ കുറച്ച് നേരം മുമ്പ് ഇട്ട് വെച്ച നമ്മുടെ ഈ ബർണർ ഉണ്ടല്ലോ അതെന്താ അവസ്ഥ ആയി എന്ന് നോക്കാം. അപ്പോൾ ഈ 2-3 ടിപ്പ് കഴിയണ വരം മാത്രം ഞാനിതിൽ കുറച്ച് നേരം മുക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ നമ്മുടെ വിരൽ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ കയ്യിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കണം അതെങ്ങനെയാണ് അതിൻ്റെ കറ എത്രമാത്രം അതിൽ കറയുണ്ടായിരുന്നു എന്നാണ് ഞാനിതാ കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ ഇതാ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കിനും നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ അഴുക്കൊക്കെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കമ്പിച്ചരി വേണം തന്നെ ഇല്ല, പക്ഷെ ഞാൻ എടുത്തുവെന്നേ ഉള്ളൂ. ഒരുപാട് പ്രസ് ചെയ്തിട്ടൊന്നും ഞാൻ ഉരച്ച് കൊടുക്കണില്ല കേട്ടോ. പയ്യെ ഒന്ന് ഉരച്ച് കൊടുക്കണേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം, അപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ കറ പിടിച്ച എന്ത് സാധനമാണെങ്കിലും നമുക്കിതുപോലെ വിനീഗർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് എടുക്കുക. കണ്ടില്ലേ, അതിൻ്റെ ആ ഫുള്ളും പോയിട്ടുണ്ട്. ഞാൻ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല തിളക്കമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കറയുള്ള അപ്പോൾ ഇരുമ്പ് തുരുമ്പാകില്ലേ, ആ ഒരു സംഭവമൊക്കെ നമുക്ക് ഈ വിനീഗർ ഇട്ടിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ആ വിനീഗർ ബാക്കിയുള്ളതിന് നമുക്ക് കളയേണ്ട ആവശ്യമില്ല, തറ തുടയ്ക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതാ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിൾ ആണെങ്കിലും അതുപോലെ മിററൊക്കെ ഉണ്ടാവുമല്ലോ അലമാരയുടെയും, അതുപോലെ നമ്മൾ വാഷ് ബേസിൻ്റെ അവിടത്തെയൊക്കെ മിററൊക്കെ നമുക്ക് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് തുടച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയായിട്ടും ക്ലീനായിട്ടും കിട്ടും. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് കേട്ടോ, ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് ആകെ അലഹമ്പായി കിടക്കുന്നുണ്ടാവുക. കൂടുതലും കറികൾ ബാക്കി വന്നാലൊക്കെ നമ്മൾ ഇതിനകത്താണ് വെക്കുക. അതുപോലെ നമ്മുടെ തൈര് പാലൊക്കെ ഇതിന് അകത്ത് വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലുണ്ടാവുമല്ലോ, അതിൽ അങ്ങനെ കെട്ടിക്കിടക്കും കേട്ടോ. അപ്പോൾ അത് വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്തായാലും മതി. അപ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിൽ ഒരുപാട് മെസ്സായിട്ട് കിടക്കണമെന്ന് തോന്നിയ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് വിനീഗർ നമ്മുടെ തുണിയിലാക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്ത് നോക്കുക. അപ്പോഴും നല്ല വൃത്തിയായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ ഈ ഒരു വിനീഗർ. ഒരുപാട് ഉപകാരം ഉള്ളൊരു സാധനം കൂടെയാണ് കേട്ടോ. പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അച്ചാർ അതുപോലെ ഉപ്പിലിട്ടതൊക്കെ ആക്കിയിട്ട് നമ്മൾ വെക്കുമല്ലോ, അത് ഓൾറെഡി വിനീഗർ ഒഴിച്ചിട്ട് തന്നെയാണ് വെക്കുക. എങ്കിലും ആ ഒരു വഴുവഴുപ്പും നമ്മൾ എത്ര കഴുകിയാലും അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ അതിൽ തന്നെ നിൽക്കും. അതുപോലെ ബാഡ് സ്മെല്ലും അതിൽ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് പിന്നീട് അതിൽ അച്ചാറാണെങ്കിലും ഉപ്പിലിട്ടതാണെങ്കിലും ആക്കി വെക്കാനൊരു മനപ്രയാസം തോന്നും. അപ്പോൾ ഈ വിനീഗർ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ലും ഒരു അതൊക്കെ വഴുവഴുപ്പൊക്കെ മാറി നല്ല ഫ്രഷായിട്ട് കിട്ടും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തറ തുടയ്ക്കാൻ ഉപയോഗിക്കണം ആ ഒരു വെള്ളത്തിൽ നമുക്ക് നമ്മുടെ ഈ ഒരു വിനീഗർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി നമ്മുടെ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്ന ഫിനായിൽ അത് ഉപയോഗിക്കുക. അതിന് ശേഷം കുറച്ച് മാത്രം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ പുഴുവോ പാറ്റിയൊക്കെ ഉണ്ടാവുമല്ലോ, കൂറയും പല്ലിയൊക്കെ അവിടെ വൃത്തികേടാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ സോഫേൻ്റെ അടിയിലാണെങ്കിലും നമ്മളുടെ ജനലിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഇതുപോലെ ഉണ്ടാകും. അപ്പോൾ അത് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണാണെങ്കിലും അതുപോലെ വീടാണെങ്കിലും ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് പ്രത്യേകതകളും ഗുണങ്ങളും വേറെയും ഉണ്ട് കേട്ടോ. നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ടിപ്സ് മാത്രമേ ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ എണ്ണ മെഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ, ഈ മീൻ വറുത്തതിൻ്റെയും തോരൻ വെച്ചതിൻ്റെയും ഒക്കെ ആ ഒരു എണ്ണ മെഴുക്ക് ഇതുപോലെ നമ്മൾ വെറുതെ തുണിയും കൊണ്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പോവില്ല. അപ്പോൾ ഈ വിനീഗർ ഇട്ടിട്ട് തുടച്ചാൽ അവിടെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റൗവ് എത്ര തുടച്ചാലും ആ ഒരു ഭാഗത്ത് കണ്ടില്ലേ നല്ല വൃത്തികേടായിട്ട് കിടക്കും. അപ്പോൾ ഞാൻ ആ വേറെ ബർണർ വൃത്തിയാക്കിയ പോലെ ഈ ഒരു ബർണറും വൃത്തിയാക്കും. നിങ്ങൾക്ക് ഒന്ന് മാത്രമേ കാണിച്ച് തന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും നമ്മുടെ ഈ വിനീഗർ ഒഴിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കുക എന്നുണ്ടെങ്കിൽ പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഈ ഒരു വിനീഗറിൻ്റെ ഉപയോഗം എത്രമാത്രം ഉണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും ഒന്നും മറക്കരുതേ. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ.